ഇന്ന് ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. അപ്പൊ ഇന്നത്തെ വിഷയം കിച്ചു തന്നെയാണ്. കിച്ചു അതായത് 2-3 ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കാണാൻ പോകാത്തതിനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തത്. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പം വീഡിയോയിലുള്ള ആൾ ആരാണോ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇനി എന്നെ അങ്ങനെ പറയരുത്, എന്നെ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ വന്നിട്ട് എന്തൊക്കെയോ കിച്ചുവിന് അങ്ങോട്ട് പ്രാകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു വ്യക്തിയുടെ കൂട്ടുകാരൻ, അതായത് കുറച്ച് നാൾക്ക് മുന്നേ ആൽബത്തിലൊക്കെ റൊമാൻറ്റിക് ആയിട്ട് നിന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ഗാർഡിയൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്ന് രാവിലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പോ നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ പാടില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കിച്ചുവിന്റെ കാര്യങ്ങൾ പറയുന്ന, പിന്നെ ഈ ഒരു അൻഷാദ എന്തോ ഒരു പേര്, അയാളെയും കൂടിയാണ് പറയുന്നത്. ഇയാൾ രേണുസുധിയുടെ ഗാർഡിയൻ ആണെന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളെയും ചോർത്തി എടുത്തിട്ട് പബ്ലിക്കിന്റെ മുന്നിലേക്ക് മോശമായിട്ടുള്ള രീതിയിൽ അപവാദം പറഞ്ഞു പറ്റുന്നതാണ് ചാരൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ തൂങ്ങിയത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, ഇപ്പൊ വന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നത് എല്ലാം ഈ ഒരു വ്യക്തിക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര ആൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത് ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല. അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടി. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ. ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് അമ്മയെ പോലെ തന്നെ കാണണമെന്ന്. അമ്മയെ പിന്നെ അമ്മയെ പോലെ കാണാതെ പിന്നെ വേറെ എന്തെങ്കിലും വെച്ച് കാണോ? ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഭയങ്കര സ്നേഹം ആണല്ലോ, ഇങ്ങനെ കോരി ഒലിച്ചിറങ്ങുന്ന ഒരു അമ്മ സ്നേഹമാണല്ലോ. അതുകൊണ്ടാണ് കൊടുത്ത കാര്യങ്ങളും 1 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും അത് പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ വാരി അങ്ങ് എറിയുന്നത്. അതാണ് അമ്മ സ്നേഹം. ഒരിക്കലും ഒരമ്മ സ്വന്തം മകനാണെങ്കിൽ മകന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസയുടെ കണക്ക് ഒരിക്കലും പബ്ലിക്കിന് മുമ്പിലൊന്നും പറയത്തില്ല. അതിന് അല്ലാത്ത ആൾക്കാർ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇപ്പം എടുത്തു വളർത്തിയ മക്കളാണെങ്കിലും ഞാൻ ഇന്നതുപോലെ അവർക്ക് ഇത്ര സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇതുവരെയ്ക്കും പുറത്തു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ട് അവസാനം നോക്കാതേക്ക് അവൻ പറയും ഞാൻ അത്രയും കാലം അവരെ നോക്കിയതല്ലേ, സങ്കടം അവരെ നോക്കാത്തത് കൊണ്ട് മാത്രം. പക്ഷെ ഇതങ്ങനെയല്ല. കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത് ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല. അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടി. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഡബിൾ മീനിങ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മയെ പോലെ കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയും മകനെ പോലെ കാണണമെന്നും മകന്റെ കൂട്ടുകാരെയും കാണണം. അതാണ് അവിടുത്തെ ഇത് വരേണ്ടത്. അല്ലാണ്ട് അമ്മയെ പോലെ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. പകരം സ്നേഹം എന്താണെന്ന് അറിയാം എന്നും ആ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നതേ അത് നല്ലൊരു കാര്യമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വെളുപ്പിക്കാം. പക്ഷെ ഒരാളെ താഴ്ത്തി കെട്ടിയിട്ടല്ല വെളുപ്പിക്കാനുള്ളത്. നല്ല രീതിയിൽ മനസ്സിൽ നല്ല കാര്യങ്ങൾ വിചാരിച്ചിട്ടിരിക്കണം. അല്ലാണ്ട് സ്വന്തം മകനെ പോലെ വളർത്തിയതാണ്, 11 വയസ്സിൽ ഞാൻ കണ്ടതാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കുട്ടി അനുഭവിച്ച വേദനകൾ അപ്പോഴപ്പോഴായിട്ട് ഓരോ കുഞ്ഞു ക്ലിപ്പായിട്ട് നിവർത്തി കിട്ടുമ്പോൾ മാത്രം വന്ന് പറയുന്നതിന് ആ കുട്ടിക്ക് അത്രയും സൈബർ ബുള്ളിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ നിമിഷം കൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ട സമയത്തും ആ ഒരു കുട്ടിക്ക് അതേപോലെ തന്നെ സൈബർ ബുള്ളിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതേ സെയിം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലെങ്കിൽ എടുത്തു വളർത്തിയെന്ന് പറയുന്ന ആ ഒരു കൊല്ലസുധിയുടെ മകനാണ് എന്ന് പറയുന്നത്. എങ്ങനെ പറഞ്ഞാലും കൊല്ലസുധിയുടെ മകൻ തന്നെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത്, അല്ലാണ്ട് വേറെ ആരുമല്ല കേട്ടോ. തിരിച്ചു നേരത്തെ കൂട്ടി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അച്ഛൻ എന്നെയും കൂട്ടി ഇങ്ങനെ ഒരു ലോറിയുടെ ഇടയിൽ പോവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, അങ്ങനെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ട് വന്നത്. അതും ഇവരുടെ വീട്ടിലെ പ്രശ്നം കൊണ്ടാണ് അന്ന് ആ ഒരു കുട്ടി അങ്ങനെ പറഞ്ഞത്. അത്രയും നിവർത്തി കെട്ടിട്ടാണ് ആ ഒരു കുട്ടി ആ ഒരു വേട് പറഞ്ഞത്. എത്രയും നിവർത്തി ഇല്ലാണ്ട് വന്നപ്പോൾ അച്ഛൻ എന്നെയും കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയി. അവസാനം ലോറിക്കാരനൊക്കെ നിർത്തി അവരാണ് പിന്തിരിപ്പിച്ച് വിട്ടേന്ന് ആ ഒരു കുട്ടി പറയുന്നുണ്ട്. അല്ല വേറെ ആരും ആയിട്ടാണ് കണ്ടത് എന്നാണ്.
ഇവരങ്ങനെ കാണാൻ എന്ത് തോന്നി എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. അതെ, ഞാൻ പറയുന്നത് കിച്ചുനോട് ഇങ്ങനെ അപവാദങ്ങൾ ഉണ്ടാക്കുന്നതും ഇങ്ങനെ അപവാദങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച് വിടുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുക. കാരണം എന്താ പറയുക, നേരത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറെ കാര്യങ്ങൾ തുറന്നു പറിച്ചുകൊണ്ട് ഫ്യൂച്ചർ വരെ തകരുന്ന കാര്യങ്ങൾ ഇവർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞൂടെ, അതങ്ങ് നീട്ടി കൊണ്ടുപോകുന്ന എന്തിനാണ്? ആ ഒരു കുട്ടിക്ക് നേരത്തെ കുട്ടി പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സമാധാനം ഉണ്ടാവും. കാരണം ആ കുട്ടിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ആ ഒരു സമൂഹത്തിലും ഒന്നും നടന്നിട്ടില്ലല്ലോ. നിന്റെ ഫ്യൂച്ചർ വരെ തകർന്നു പോകും എന്ന് പറഞ്ഞാല് അതൊന്നും ഇപ്പൊ നടക്കാൻ പോകുന്നില്ല. കാരണം കിച്ചുവിനൊരു വ്യക്തിത്വം ഉണ്ട്. ആ ഒരു വ്യക്തിത്വം ഇല്ലാത്തത് ഈ പറയുന്ന വ്യക്തികൾക്കാണ്. അത് ആദ്യം മനസ്സിലാക്കുക. കിച്ചു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അത് ആ ഒരു ബോഡി ലാംഗ്വേജിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു സംസാരിക്കുന്ന രീതിയിലും കൃത്യമായിട്ട് മനസ്സിലാവും കിച്ചു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഒന്ന് മനസ്സിലാക്കുക. അതൊന്നും മനസ്സിലാക്കാണ്ട് വീണ്ടും എന്തൊക്കെയോ വീഴും എന്നുള്ള രീതിയിൽ പേടിച്ച് ഇങ്ങനെ ആരെയോ ചാരനായിട്ട് നിർത്തിയേക്കുന്നുണ്ട്. കിച്ചുവിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു വ്യക്തി ഇട്ടേക്കുന്നത്. എന്ത് നല്ലൊരു മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കേ. കിച്ചുന്റെ ആരോഗ്യം ഇപ്പൊ നിലനിൽക്കാൻ തന്നെ കാരണം ഇയാളും പൈസയും ആരോഗ്യത്തിന്റെയും ബലത്തിലാണ്. ഇവളുടെ മൂത്ത മകൻ അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര ആൾ തൂങ്ങിയത്. ഞാൻ നാളെ കുറെ ചീത്ത വിളിക്കാൻ കാര്യങ്ങളൊക്കെ. അല്ല, ഇയാള് ആ ഒരു കിച്ചുനെ പരനാറിന്ന് വിളിക്കുന്നുണ്ട്. ഇത്തിരിയെങ്കിലും അന്തസ്സ് ഉളുപ്പുണ്ടെങ്കിൽ കിച്ചുന്റെ വീട്ടില് മുന്നിൽ പോയി നിന്നിട്ട് കിച്ചുന്റെ വല്യച്ഛനും അമ്മമ്മയും അമ്മമ്മയല്ല അച്ഛമ്മയും പിന്നെ കിച്ചുന്റെ വല്യമ്മയും ഒക്കെ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ടിൽ ചെന്ന്, അതായത് ഫ്രണ്ട്സും ഒക്കെ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ പോയി വിളിക്കുന്ന ഈ ഒരു പേര് എന്ന് അവിടെ ചെന്ന് വിളിക്കുക. അപ്പോൾ തന്നെ മറുപടി കിട്ടുമല്ലോ. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പല പേരുകളും വിളിക്കാം. മറ്റന്നാകുമ്പോഴത്തേക്ക് നേരിട്ട് ചെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ചാരപ്പണിയല്ലേ, അതുകൊണ്ട് പിന്നെ പറ്റത്തില്ല. എന്തായാലും കൊള്ളാം കേട്ടോ, നന്നായിട്ട്. ഈ ഒരു സമയത്ത് കിച്ചുനെ ഇങ്ങനെ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കഷ്ടം തോന്നുന്നുണ്ട്, സഹതാപം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ.